ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാ രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത്. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക, അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എന്താ ബുദ്ധിമുട്ട്? അതെ, വിശ്രമം അനിവാര്യം തന്നെയാണ്, വിശ്രമം വേണ്ടെന്നുമല്ല. പക്ഷേ സാധാരണക്കാരനും അതേ ഒരു മാനസികാവസ്ഥയിലാണോ? ഇപ്പം ഇനി AK ബാലന് നീറോ ചക്രവർത്തി റോമാ സാമ്രാജ്യം കത്തിയെറിയുമ്പോൾ വീണ വായിക്കുക എന്ന് പറയാത്ത നമ്മളെ ഭാഗ്യം കേരള ജനത. അത്രയേറെ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരന് വിശ്രമിക്കാനും സാധാരണക്കാരന് വിയർപ്പ് ഉറ്റാണ് ഇപ്പോൾ. സാധാരണക്കാരനെ കണ്ണീരാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി എത്ര ഈ ഒരു 3 കൊല്ലം കയ്യോളം ജനങ്ങൾ അനുഭവിക്കുകയാണ്. സാധാരണക്കാരന് അങ്ങനെ വിശ്രമിക്കാൻ പറ്റില്ല. അവർക്ക് അന്നന്ന് ജീവിക്കണമെങ്കിൽ ഇവിടെ അധ്വാനിച്ചിട്ട് തന്നെ പറ്റുള്ളൂ. ഒരേമാതിരി നമുക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. ഇപ്പോൾ ഗോപിനാഥ് മാഷ് പറഞ്ഞാണ് 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് തൊഴിൽ കിട്ടുമെന്നുള്ളത് നോക്കാം. എന്തായാലും പ്രതിസന്ധികൾ നിരവധിയായി മുന്നിലുള്ളപ്പോൾ വിശ്രമത്തെക്കുറിച്ച് ഓർക്കുന്നേ ഇല്ലെന്നാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.